നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. മൊസാദിന് പുതിയൊരു തലവൻ. ഒരു തരത്തിലും ഒരു ഇന്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചാരപ്പണിയുടെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മിടുക്കരായ ചാരവൃത്തത്തിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചത്? ഒന്നും കാണാതെ നെതന്യാഹു ഇങ്ങനെ ഒരു നീക്കം നടത്തില്ല എന്ന് തന്നെയാണ് ഏവരും ഇതിന് പിന്നാലെ പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള അന്വേഷണ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള മൊസാദ് പേര് കേട്ടതാണ്. മൊസാദ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾ അത് തെളിയിക്കാനോ കണ്ടെത്താനോ പോലും ആർക്കും തന്നെ സാധിക്കാത്ത തരത്തിലായിരുന്നു. ഇറാനെ ഇത്രയും കാലം വിരട്ടി നിർത്തിയതും മൊസാദിൻ്റെ ചാരബുദ്ധിയായിരുന്നു. എന്നാൽ ആ മൊസാദിനാണ് പുതിയ മേധാവിയെ കിട്ടിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈനിക സെക്രട്ടറി ആയിട്ടുള്ള മേജർ ജനറൽ റോമൻ ഗൊഫ്മാനെയാണ് മൊസാദിൻ്റെ അടുത്ത തലവനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 ജൂണിൽ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന നിലവിലെ മൊസാദ് മേധാവി ഡേവിഡ് ബാർനെയ്ക്ക് പകരക്കാരനായിട്ടാണ് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ നിയമിക്കപ്പെടുമെന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസ് തന്നെ പ്രസ്താവനയിലൂടെ പറയുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു? വ്യക്തമായ ഉത്തരം നെതന്യാഹുവിനുമുണ്ട്. എന്നാൽ വിദേശത്താകട്ടെ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന മൊസാദിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഗുഫ്മാന് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ ഒരു പശ്ചാത്തലവും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ആരാണ് റോമൻ ഗുഫ്മാൻ എന്ന ചോദ്യം തൊട്ടു പിന്നാലെ ഉയർന്നു. 1976 ബെലാറസിൽ ജനനം, 14 വയസ്സിൽ ഇസ്രായേലിലേക്ക് താമസം മാറി. 1995 സൈന്യത്തിൽ ചേർന്ന് ഒരു വലിയ കരിയർ ഗ്രാഫ് തന്നെയാണ് പടുത്തുയർത്തത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയ സമയത്ത് ഗുഫ്മാൻ നാഷണൽ ഇൻഫൻട്രി പരിശീലന കേന്ദ്രത്തിന്റെ കമാൻഡർ കൂടിയായിരുന്നു. ഒക്ടോബർ 7 ഗാസ അതിർത്തിക്കടുത്തുള്ള തെക്കൻ ഇസ്രായേലിലെ ഹമാസ് തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരുന്നു. പിന്നീട് 2024 ഏപ്രിലിൽ ഗുഫ്മാൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ക്യാബിനറ്റിന്റെ ഭാഗമായി. വലതുപക്ഷ സയനിസ്റ്റ് വീക്ഷണങ്ങൾക്ക് പേരുകെട്ട ആൾ കൂടിയാണ് റോമൻ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു സെറ്റിൽമെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഏലി യെഷിവ എന്ന ജൂത മതപഠനശാലയിലാണ് അദ്ദേഹം പഠിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ദേശീയതയിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല, ഏറെ സന്തോഷവാനാണ്. ഇതൊക്കെ തന്നെയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഗുഫ്മാനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ദേശീയ വീക്ഷണമുള്ള ഒരാളെ ഇസ്രായേലിൻ്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായി എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. പക്ഷേ ഇതിനെ ഇടതുപക്ഷമാകട്ടെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇടതുപക്ഷ ഇസ്രായേലി പത്രമായിട്ടുള്ള ഫാൻസിൻ്റെ കോളമിസ്റ്റായുള്ള ഉറി മിസ്താവ്, ഇസ്രായേലിലെ ചില പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ നിയമനത്തെ വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇന്റലിജൻസിൻ്റെ പരിചയക്കുറവ് കാരണം ഗുഫ്മാനെ മൊസാദിനെ തലവനാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഇന്റലിജൻസ് പരിചയമെങ്കിലുമുള്ള ആളെ നിയമിക്കുക. ഷിൻബെറ്റിന്റെ തലവനായി നിയമിച്ച ഡേവിഡ് സിനിയുടെ കാര്യത്തിലെന്ന പോലെ ഗുഫ്മാന്റെ നിയമനത്തിനുള്ള പ്രധാന കാരണം നെതന്യാഹുവിനോടുള്ള വിശ്വസ്തത തന്നെയാണെന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ അത് തന്നെയാണ് ശരിയും.